അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കാം. എഴുതുന്നത് പൗലോസ്, യേശുക്രിസ്തുവിന്റെ ഒരു അപ്പസ്തോലൻ. ആർക്കാണ് എഴുതുന്നത്? അന്നത്തെ ലോകത്തിന്റെ തലസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന റോമിലെ വിശ്വാസികൾക്ക്. തന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ എഴുത്ത്. ഇത് വെറുമൊരു സൗഹൃദ സംഭാഷണമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായ ചോദ്യം വരും, എന്തുകൊണ്ടാണ് പൗലോസിന് റോമിലെത്താൻ ഇത്രയധികം ആഗ്രഹം? കാരണം അതൊരു സാധാരണ സ്ഥലമല്ല, അത് ലോകത്തിന്റെ കേന്ദ്രമാണ്. അവിടെയുള്ള വിശ്വാസികളുമായി ബന്ധപ്പെടാനും ആ സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിൽ തന്നെ തന്റെ സന്ദേശം എത്തിക്കാനും അദ്ദേഹത്തിനൊരു ദൈവികമായ കടപ്പാടുണ്ടായിരുന്നു. അതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ കത്തിന്റെ ഹൃദയമിടിപ്പ് എന്ന് തന്നെ പറയാവുന്ന കേന്ദ്ര ആശയത്തിലേക്ക്. വെറും കുറച്ചു വാക്യങ്ങൾക്കുള്ളിൽ ഈ പുസ്തകം മുഴുവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പൗലോസ് ചുരുക്കി പറയുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ തീസിസ് സ്റ്റേറ്റ്മെന്റ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് സുവിശേഷം. അക്ഷരാർത്ഥത്തിൽ ഇതിനർത്ഥം ഒരു നല്ല വാർത്ത എന്നാണ്. സിമ്പിൾ. പക്ഷേ പൗലോസ് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരുപാട് ആഴമുണ്ട്. അത് വെറുമൊരു നല്ല വാർത്തയല്ല, പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു സത്യമാണ്. ഈ വാക്കുകളുടെ ശക്തിയൊന്ന് നോക്കിക്കേ. ഒരു സന്ദേശം ദൈവത്തിന്റെ ശക്തിയാവുന്നു. എന്താണിതിനർത്ഥം? അതായത് ഇത് വെറും നല്ല ഉപദേശങ്ങളോ ആശയങ്ങളോ അല്ല. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിവുള്ള ഒരു ഡൈനാമിക് ഫോഴ്സ്, ഒരു സജീവമായ ദൈവിക ശക്തിയാണ് ഈ സുവിശേഷം എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ സുവിശേഷം എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തിയാകുന്നത്? കാരണം അതിലൂടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. അതായത് ദൈവം എങ്ങനെയാണ് കാര്യങ്ങളെ ശരിയാക്കുന്നത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിലപാട് ഇതിലൂടെ വ്യക്തമാകുന്നു. ഇതൊരു കീ കോൺസെപ്റ്റാണ്. ഇത് മനസ്സിലാക്കിയാലേ ഈ പുസ്തകം മുഴുവൻ മനസ്സിലാകൂ. ശരി, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു ചോദ്യം വരാമല്ലേ? ഈ സുവിശേഷം ഇത്ര നല്ലൊരു വാർത്തയാണെങ്കിൽ പിന്നെ നമുക്കെന്തിനാ ഇതിന്റെ ആവശ്യം? എന്താണ് യഥാർത്ഥ പ്രശ്നം? വളരെ നല്ല ചോദ്യം. അതിനുത്തരം നൽകാനായി പൗലോസ് ആദ്യം മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചൊരു ഡയഗ്നോസിസ് നടത്തുകയാണ്. ഇവിടെയാണ് പൗലോസ് നമ്മളെ ഞെട്ടിക്കുന്നത്. അദ്ദേഹം മനുഷ്യന്റെ പ്രശ്നം വിവരിക്കാൻ തുടങ്ങുന്നത് പാപങ്ങളുടെ ഒരു ലിസ്റ്റ് വെച്ചല്ല, മറിച്ച് മനുഷ്യൻ സത്യത്തെ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രദ്ധിക്കണം, പ്രശ്നം അറിവില്ലായ്മയല്ല. എന്തോ ഒരു സത്യം നമുക്കറിയാം, പക്ഷേ നമ്മളതിനെ മനഃപൂർവ്വം തള്ളിക്കളയുന്നു. അവിടെയാണ് തുടക്കം. അദ്ദേഹം ഒരു ചെയിൻ ഓഫ് റീസണിംഗ് പോലെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. നോക്കൂ, ദൈവത്തെക്കുറിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി, അത് വ്യക്തമാണ്. പക്ഷേ ആ അറിവ് കിട്ടിയിട്ടും മനുഷ്യൻ ദൈവത്തിന് നന്ദി പറഞ്ഞില്ല, ബഹുമാനിച്ചില്ല. അതിന്റെ ഫലമെന്തായി? ചിന്തകൾ ശൂന്യമായി, ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളാണെന്ന് സ്വയം കെഴുതി വിഡ്ഢികളായി മാറി. ജ്ഞാനികളാണെന്ന് നടിച്ച് വിഡ്ഢികളായി എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? പൗലോസ് പറയുന്നു, അവിടെ ഒരു മഹത്തായ കൈമാറ്റം, ഒരു ഗ്രേറ്റ് എക്സ്ചേഞ്ച് നടന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കച്ചവടം. എന്തായിരുന്നു ആ കൈമാറ്റം? ഇതാണ് പൗലോസ് പറയുന്ന ആ മഹത്തായ കൈമാറ്റം. അനന്തനും അനശ്വരനുമായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിനു പകരം മനുഷ്യൻ ക്ഷണികമായ സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ചുള്ള സത്യം ഒരു നുണയ്ക്കുവേണ്ടി വിറ്റുകളഞ്ഞു. ഈ കൈമാറ്റത്തിന്റെ ഫലമായി എന്തു സംഭവിച്ചു? പൗലോസ് ഒരു വാക്ക് 3 തവണ ആവർത്തിക്കുന്നുണ്ട്. ദൈവം അവരെ ഏൽപ്പിച്ചുകൊടുത്തു. എന്താണിതിനർത്ഥം? ഇതൊരു സജീവമായ ശിക്ഷ എന്നതിനേക്കാൾ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിന്റെ സ്വാഭാവിക ഫലമാണ്. നിങ്ങളൊരു വഴി തിരഞ്ഞെടുത്താൽ ആ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ നിങ്ങളെ അനുവദിക്കുന്നതുപോലെ. അപ്പോൾ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരുന്നു? ഇനി വരുന്നത് വെറുമൊരു പാപങ്ങളുടെ ലിസ്റ്റല്ല, മറിച്ച് ആ ഒരൊറ്റ കൈമാറ്റത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ചെയിൻ റിയാക്ഷനാണ്. നമ്മുടെ ബന്ധങ്ങളിലും പ്രവൃത്തികളിലും ആ തകർച്ച പ്രകടമാകാൻ തുടങ്ങി. അങ്ങനെ പൗലോസ് തന്റെ വാദത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. സ്രഷ്ടാവിൽ നിന്ന് മുഖം തിരിച്ചൊരു ലോകത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലെയാണ് ഇനി വരുന്ന ഭാഗം. ഇതൊരു പക്ഷേ വായിക്കാൻ അത്ര സുഖമുള്ള ഒന്നായിരിക്കില്ല. ഇതൊരു കഠിനമായ ലിസ്റ്റാണ്, അല്ലേ? അസൂയ, കൊലപാതകം, പിണക്കം, അങ്ങനെ പോകുന്നു. പൗലോസ് ഇവിടെ കുറച്ച് ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ അടിസ്ഥാനപരമായ കൈമാറ്റത്തിന്റെ ഫലമായി മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വ്യക്തിപരമായും സാമൂഹികമായും എങ്ങനെയൊക്കെ തകർച്ച സംഭവിച്ചു എന്ന് കാണിക്കുകയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും ഭയാനകമായ കാര്യം വരാനിരിക്കുന്നതേയുള്ളൂ. പൗലോസിന്റെ അവസാനത്തെ പോയിന്റ്. അത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും. പ്രശ്നം ആളുകൾ ഈ തെറ്റുകൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമേറിയ മറ്റൊന്നുകൂടിയുണ്ട്. കണ്ടില്ലേ? തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യുക മാത്രമല്ല, അത് ചെയ്യുന്ന മറ്റുള്ളവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റിനെ ഒരു നോർമൽ കാര്യമായി സമൂഹം അംഗീകരിക്കുന്ന അവസ്ഥ. അപ്പോൾ പൗലോസ് എന്താണ് ഇതുവരെ ചെയ്തത്?
അദ്ദേഹം ഒരു കേസ് ബിൽഡ് ചെയ്യുകയായിരുന്നു. ഈ പ്രശ്നം സാർവത്രികമാണ്, ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. പൗലോസ് വരച്ചു കാട്ടിയ ഈ ചിത്രം ശരിയാണെങ്കിൽ, മനുഷ്യന്റെ അവസ്ഥ ഇത്ര ആഴത്തിലുള്ളതും സാർവത്രികവുമാണെങ്കിൽ, ഇത്രയും വലിയൊരു പ്രശ്നത്തിന് എത്രത്തോളം ശക്തമായൊരു പരിഹാരം വേണ്ടിവരും? ആ പരിഹാരമാണ് പൗലോസ് സുവിശേഷം എന്ന് വിളിക്കുന്ന രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ ശക്തി.